അമേരിക്കയും ഇസ്രയേലും ഇറാനിലേക്ക് നിരുപാധികം ആക്രമണങ്ങൾ അയച്ചുവിട്ടു. പക്ഷേ അവസാനം ഇറാൻ പറഞ്ഞതുപോലെ ട്രംപിനും ഇസ്രയേലിനും ഒരു കീഴടങ്ങൽ ഇറാന്റെ മുന്നിൽ നടത്തേണ്ടി വന്നു. തീർച്ചയായും ട്രംപ് കംപ്ലീറ്റ്ലി സറണ്ടർ എന്ന് തന്നെ വേണം പറയാൻ. ഇറാന്റെ മുന്നിൽ പൂർണ്ണമായും കീഴടങ്ങുന്ന രംഗമാണ് ഇക്കഴിഞ്ഞ ദിവസം ലോകവും നമ്മളും കണ്ടത് എന്ന് തന്നെ വേണം പറയാൻ. അതായത് ഇറാനിൽ യുദ്ധം ആരംഭിച്ചു. ഏതിൻ്റെ പശ്ചാത്തലത്തിൽ? അദ്ദേഹം ഒരു ടെലിവിഷൻ ആങ്കർ ആണെന്നും അദ്ദേഹത്തിന് അമേരിക്കയുടെ സൈനിക കഴിവിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഇറാന്റെ സൈനിക ശേഷിയെക്കുറിച്ചോ ഇറാന്റെ ആഗോളതലത്തിലുള്ള ബന്ധങ്ങളെക്കുറിച്ചോ ഇതിനെക്കുറിച്ചൊന്നും വളരെ വലിയ ആഴത്തിൽ അറിയാവുന്ന ഒരു വ്യക്തിയല്ല ഈ ട്രംപ് എന്ന് പറയുന്നത്. ആരെങ്കിലും പൊക്കിയടിച്ചു കഴിഞ്ഞാൽ അതിനോടൊക്കെ എടുത്തു ചാടുവാനും എനിക്ക് ഇസ്രയേലിന്റെ ചരിത്രത്തിൽ ഇത്രയും വലിയ ഒരു വൈറ്റ് ഹൗസിൽ ഒരു പ്രസിഡന്റ് ഇല്ല എന്നൊക്കെ ബെന്യാമിൻ നെതന്യാഹു പറഞ്ഞു കഴിഞ്ഞാൽ അതിനെയൊക്കെ അംഗീകരിച്ച് എന്തു ചെയ്യുവാനും തയ്യാറായി നിൽക്കുന്ന ഒരു കോമാളി മാത്രമാണ് ഈ ട്രംപ്. ഈ ട്രംപിന് വെനീസ്വേലൻ പ്രസിഡന്റ് മൊഡോറോയെ പിടിച്ചുകൊണ്ടുവന്ന ആ ഒരു വിജയത്തിൽ നിന്നാണ് ഇറാനിൽ റിജീം ചേഞ്ച് വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രയേലിനെയും കൂട്ടി ഇറാനിൽ രംഗപ്രവേശനം നടത്തിയത്, അല്ലെങ്കിൽ ഇസ്രയേലിന്റെ ആവശ്യപ്രകാരം ഇറാനിൽ രംഗപ്രവേശനം നടത്തിയത്. എന്നാൽ അവിടെയുള്ള ആയത്തുള്ള അലി ഖാംനയെ വധിച്ചു കളഞ്ഞു എന്നല്ലാതെ ഒരു രീതിയിലുള്ള റെജീം ചേഞ്ചിനോ ഒരു രീതിയിലുള്ള യുദ്ധത്തിന്റെ ലക്ഷ്യങ്ങളോ ഇറാനിൽ കൈവരിക്കാൻ കഴിയാതെ അവസാനം കുടുങ്ങി മറിഞ്ഞ ട്രംപ് ഇറാൻ പറയുന്നത് പോലെ അനുസരിച്ചുകൊണ്ട് ഒരു പിന്മാറ്റമാണ് താൽക്കാലികമാണെങ്കിലും ഇപ്പോൾ 2 ആഴ്ചത്തേക്ക് ഇറാനിൽ നടത്തിയത് എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. കാരണം അവർ യുദ്ധലക്ഷ്യങ്ങളായി വച്ച റിജീം ചേഞ്ചും അതുപോലെ തന്നെ മിസൈൽ സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നതിലെ പാടില്ലെന്ന് പറഞ്ഞ അവരുടെ ലക്ഷ്യവും യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തലാക്കണമെന്ന് പറഞ്ഞ ലക്ഷ്യവും നേരെ തിരിച്ചടിച്ചിരിക്കുന്നു. ഇറാൻ പറയുന്നത് ഇറാൻ 10 പോയിന്റുകളാണ് അമേരിക്കക്ക് മുന്നിൽ പാകിസ്ഥാൻ വഴി വെച്ചിരിക്കുന്നത്. ഒരു രീതിയിലും ഇറാൻ കീഴടങ്ങാൻ തയ്യാറാകുന്നില്ല. ഒരു രീതിയിലും സീസ് ഫയറിലേക്ക് ഇറാൻ എത്തുന്നില്ല. അത്തരത്തിൽ വന്നപ്പോഴാണ് ഇറാന് മുന്നിൽ കീഴടങ്ങേണ്ടി വന്നത് അമേരിക്കക്ക്. അപ്പോഴാണ് ഇത്തരത്തിൽ ഇറാൻ പറഞ്ഞതുപോലെ എനിമി ഞങ്ങൾക്ക് മുന്നിൽ സീസ് ഫയറിന് വേണ്ടി യാചിച്ചു എന്നാണ് പറഞ്ഞത്. അത്തരത്തിൽ പാകിസ്ഥാൻ വഴിയും നടക്കാതെ വന്നപ്പോൾ പാകിസ്ഥാൻ ചൈനയും കൂടി ഇടപെടുത്തിയാണ് ഇത്തരത്തിലൊരു സീസ് ഫയറിന് ഇറാനെ സമ്മതിപ്പിച്ചത്. ഏത് രീതിയിൽ? അപ്പോൾ ഇറാൻ 10 പോയിന്റുകൾ മുന്നോട്ട് വെച്ചതിൽ നേരത്തെ ഇവർ യുദ്ധം ചെയ്യാൻ കാരണമായ പോയിന്റുകളാണ് അവർ അമേരിക്കക്ക് തിരിച്ചു കൊടുത്തത്. അതായത് ഞങ്ങൾക്ക് എന്നേക്കുമായി യുറേനിയം എൻറിച്ച്മെന്റ് നടത്താനുള്ള അവകാശം നിലനിൽക്കണം. അതുപോലെ തന്നെ ഈ ഹോർമുസ്, പണ്ടില്ലാത്ത ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഹോർമുസ് കടലിടുക്കിൽ ഞങ്ങളുടെ നിയന്ത്രണത്തിലായിരിക്കണം. ഇത്തരത്തിൽ വരുന്ന ഇറാന്റെ മേൽ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ നീക്കം ചെയ്യണം. ഇതൊന്നും പണ്ട് ഇറാന്റെ ആവശ്യങ്ങളായിരുന്നില്ല. ഈ ഹോർമുസ് പണ്ടൊരു പ്രശ്നമേ ആയിരുന്നില്ല. പക്ഷെ അതൊക്കെയും ഇപ്പോൾ പ്രശ്നമായിരിക്കുന്നു. യുദ്ധലക്ഷ്യങ്ങളൊക്കെയും മാറി ഹോർമുസ് ഒന്ന് തുറന്നു തരണമെന്ന് ഇറാനോട് അപേക്ഷിക്കേണ്ടി വന്നിരിക്കുന്നു. ലോകരാജ്യങ്ങളോട് മുഴുവനും ഇൻക്ലൂഡിങ് നാറ്റോ രാജ്യങ്ങളോട് മുഴുവനും അപേക്ഷിച്ചു, ഞങ്ങളെ കൂടെ ഒന്ന് സഹായത്തിന് വരൂ, നമുക്ക് ഈ ഹോർമുസ് കടലിടുക്കൊന്ന് തുറക്കാം. പക്ഷേ ഒരു നാറ്റോ രാജ്യങ്ങളും ഇറാനെ അറിയാവുന്ന, ഇത് ലോകയുദ്ധമായി മാറുമെന്ന് അറിയാവുന്ന, ഇറാൻ ഏത് രീതിയിൽ പ്രതികരിക്കുമെന്ന് ചെറിയ രീതിയിലെങ്കിലും ബോധ്യമുള്ള യൂറോപ്പ് അമേരിക്കയുടെ കൂടെ കൂടിയില്ല. പക്ഷേ ട്രംപ് പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അവരാരും സഹായിച്ചില്ല. ഇസ്രയേലും അമേരിക്കയും ഇറാനിലെ യുദ്ധത്തിൽ കൃത്യമായും ഒറ്റപ്പെട്ടു കഴിഞ്ഞു. അപ്പോൾ നാറ്റോ രാജ്യങ്ങളുടെ സഹായം ഇല്ലെന്ന് തിരിച്ചറിഞ്ഞ ട്രംപ് കൃത്യമായും ഹോർമുസ് തുറന്നു തരണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഇറാന് മുന്നിൽ കീഴ്പ്പെടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കാരണം GCCയിലെ പെട്രോള് ഡോളറിലുള്ള വിനിമയത്തിൽ നിന്ന് അകന്നു പോകുകയും ചൈനീസ് കറൻസിയിൽ വ്യാപാരം തുടരുകയും ചെയ്യുന്ന ഒരു സാഹചര്യം മേഖലയിൽ ഉടലെടുക്കുന്നുണ്ട്. ഇത് അമേരിക്കൻ സാമ്പത്തിക ഘടനയെ ബാധിക്കുവാൻ പോകുന്ന ഒരു യുദ്ധമായി മാറിയിരിക്കുന്നു. ലോകം ആഗോളതലത്തിൽ ഇത്തരത്തിൽ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ആഗോളതലത്തിൽ സാമ്പത്തികമായി പിടിച്ചുകുലുക്കപ്പെടുമെന്നറിയാവുന്ന ട്രംപ് കൃത്യമായും സറണ്ടർ ചെയ്യുകയാണ് ഇവിടെ ചെയ്തത്. ഇറാൻ തന്നെയാണ് ഈ യുദ്ധത്തിൽ വിജയിച്ചത് എന്ന കാര്യത്തിൽ എനിക്കോ നിങ്ങൾക്കോ
ലോകത്തെ ഒരു നേതാവിനും സംശയമില്ല എന്നുള്ളതാണ് റഷ്യൻ വിദേശകാര്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഈ യുദ്ധത്തിൽ തുടക്കം മുതലേ അകാരണമായി ഇറാനിൽ ആക്രമണം നടത്തിയ അമേരിക്കയും ഇസ്രയേലും വളരെ ശക്തമായ ചരിത്രത്തിലില്ലാത്ത പരാജയമാണ് നേരിട്ടത് എന്നുള്ളതാണ്. റഷ്യ ഒരു വിദേശ രാജ്യമാണെന്ന് ഒരുപക്ഷെ നമുക്ക് മനസ്സിലാക്കാം. ഇസ്രയേൽ ഈ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഈ യുദ്ധത്തിന് തുടക്കം മുതലേ ഭരണകക്ഷിയായ ബെന്യാമിൻ നെതന്യാഹുവിനോട് അനുകൂല സാഹചര്യവും അനുകൂലമായി നിലപാടെടുക്കുകയും ചെയ്ത ഇസ്രയേലി പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഇസ്രയേലിന്റെ ചരിത്രത്തിൽ ഇത്തരത്തിലുള്ള ഒരു പരാജയം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞത് ഇത് നയതന്ത്ര ലോകത്ത് തന്നെ ഇസ്രയേലിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ നയതന്ത്ര പരാജയമാണ് ഇത്തരത്തിൽ ഇറാനെ കീഴടങ്ങിക്കൊണ്ട് ഇസ്രയേൽ കാഴ്ചവെച്ചത് എന്നുള്ളതാണ്. കാരണം അത്ര വലിയ ആക്രമണങ്ങളാണ്, അത്ര നീണ്ടു നിൽക്കുന്ന ആക്രമണങ്ങൾക്ക് ഇറാൻ തയ്യാറായിട്ടുണ്ട് എന്നുള്ളതാണ് ഇസ്രയേലിനും അമേരിക്കക്കും ബോധ്യമായത്. ഇത് അമേരിക്കൻ സഖ്യകക്ഷികളെ പൂർണ്ണമായും മേഖലയിൽ നിന്ന് തുടച്ചു നീക്കുവാനും ഇസ്രയേൽ എന്ന രാജ്യത്തെ അതെ തീർച്ചയായും ആക്രമിച്ച് കീഴ്പ്പെടുത്തി കളയുവാനും ശേഷിയുള്ള ഇറാനാണെന്ന് അവർ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഏതെങ്കിലും രീതിയിൽ ഒരു സീസ് ഫയറിലെത്തണം, ഒരു വെടിനിർത്തൽ കരാറിലെത്തണം, അത് ഇറാൻ പറയുന്നത് പോലെ അംഗീകരിച്ചു കൊണ്ടാണെങ്കിലും ശരി എന്ന ഒരു നയത്തിലേക്ക് അമേരിക്കക്കും ഇസ്രയേലിനും എത്തേണ്ടി വന്നത് എന്ന് തന്നെയാണ് നമ്മൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത്. ഇസ്രയേൽ നമുക്കറിയാം പണ്ടൊക്കെ സീസ് ഫയർ ആരംഭിച്ചതിന് ശേഷം ഗസയിൽ വീണ്ടും വീണ്ടും ആക്രമണം നടത്തുകയും ഒരു സീസ് ഫയറിനെയും അംഗീകരിക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ലോകത്തെ മുഴുവൻ നിയമങ്ങളെയും കാറ്റിൽ പറത്തുന്ന ഒരു രാജ്യത്തിന് ഇപ്പോൾ ഇറാനുമായി സീസ് ഫയർ കരാറിൽ എത്തി നിൽക്കുമ്പോൾ എത്തിയ ആ രാവിലെ ഇന്നലെ രാവിലെ പോലും ശക്തമായ ആക്രമണമാണ് ഇറാൻ അതിന് ലംഘിച്ചുകൊണ്ട് ഇസ്രയേലിലേക്ക് നടത്തിയത്. അപ്പോൾ ഇസ്രയേൽ ആ തുടർച്ചയായ ലംഘനം ഇറാനിൽ നടത്തുന്നുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് മുൻപരിചയം അത് ഗസയിൽ നടത്തിക്കൊണ്ടായിരുന്നു. ഗസയിൽ നിന്ന് തിരിച്ചു വരാൻ സാധ്യതയില്ല. കാരണം ഗസയിൽ ഒരു ഹമാസ് എന്ന് പറയുന്ന ഒരു സംഘടനയാണ്. പക്ഷെ ഇറാനിൽ ചിത്രം മാറ്റമാണ്. ഇറാൻ ആ നിമിഷം തന്നെ ഇസ്രയേലിലെ വിവിധ നഗരങ്ങളിലേക്ക് ശക്തമായി തിരിച്ചടിച്ചു എന്നുള്ളതാണ്. അതുമാത്രവുമല്ല, ഞങ്ങളുടെ രാജ്യത്ത് യുദ്ധം പൂർണ്ണമായും നിർത്തിയാൽ മാത്രമേ ഈ ഒരു വെടിനിർത്തൽ നിലവിൽ വരൂ എന്ന് ഇറാൻ ആദ്യമേ പറഞ്ഞിരുന്നു എന്നുള്ളതാണ്. സീസ് ഫയർ എഗ്രിമെന്റ്, അതായത് ഇറാൻ നാഷണൽ സുപ്രീം കൗൺസിൽ അംഗീകരിച്ചു കൊണ്ടുള്ള ഒരു ലെറ്റർ അബ്ബാസ് അറാക്ചി, വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചി ഷെയർ ചെയ്തപ്പോൾ തന്നെ അതിൽ വളരെ കൃത്യമായി അത് പറഞ്ഞിരുന്നു. ട്രംപ് പൂർണ്ണമായും ഇറാന്റെ മുന്നിൽ കീഴ്പ്പെടുന്ന ഒരു രംഗമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. ഇനി എത്തരത്തിൽ ഹോർമുസിലൂടെ ഇറാൻ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ അമേരിക്ക ആഗ്രഹിക്കുന്നത് പോലെ ഹോർമുസിലൂടെ എല്ലാ രാജ്യങ്ങളെയും കടത്തി വിടുമോ എന്നുള്ളതൊക്കെ നോക്കിക്കാണണം. കാരണം ഈ അബ്ബാസ് അറാക്ചി ഷെയർ ചെയ്ത ആ ലെറ്ററിൽ വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു, ഓരോരുത്തരും പോകേണ്ടത് ഇറാൻ സൈന്യവുമായി ഏകോപിപ്പിച്ചുകൊണ്ടാണ്, ഞങ്ങളുടെ അനുമതി നേടിക്കൊണ്ട് മാത്രമേ ഹോർമുസിലൂടെ പോകാൻ പാടുള്ളൂ എന്നാണ് ഈ വരികൾ സൂചിപ്പിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇറാൻ ഉദ്ദേശിച്ചതുപോലെ അവർക്ക് എക്കാലത്തുമുള്ള അവരുടെ ഉപരോധങ്ങൾ നീക്കം ചെയ്യുകയും അവരുടെ ഒരു പ്രശ്നവും കൂടാതെ യുറേനിയം എൻറിച്ച്മെന്റ് നടത്തുവാനുള്ള അവരുടെ അവകാശത്തെ അമേരിക്ക അംഗീകരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഹോർമുസ് കടലിടുക്കിൽ പൂർണ്ണമായും അവരുടെ നിയന്ത്രണത്തിൽ അവർ ഗതാഗത ഫീ ഈടാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന അവസ്ഥയും അമേരിക്ക അംഗീകരിച്ചു കഴിഞ്ഞാൽ ഈ യുദ്ധം കൊണ്ട് ഇറാൻ ഒരുപാട് കാര്യമുണ്ടായി. ഇറാന് പണ്ടത്തേതിലും വളരെ നല്ല ലാഭകരമായ ഒരു യുദ്ധമായി ഇത് മാറുകയും ചെയ്യും. അതിനിടയ്ക്ക് ഈ 2 ആഴ്ചത്തെ സീസ് ഫയർ കഴിഞ്ഞ് ഇറാൻ ആക്രമണം തുടരുമോ, അതിനുവേണ്ടി ഇറാൻ ഈ ഒരു സമയത്ത് യുദ്ധക്കോപ്പുകൾ വാങ്ങിക്കൂട്ടുമോ എന്ന ഭയത്തിൽ നിന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്, ആരെങ്കിലും ഇറാൻ ആയുധ കച്ചവടം നടത്തി കഴിഞ്ഞാൽ അവർക്ക് ഒരു നിരുപാധികം 50% തീരുവ ഏർപ്പെടുത്തുമെന്ന വളരെ വലിയ ഒരു ഭീഷണി കൂടി വന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭീഷണി ലോകത്തിന് ഇപ്പോൾ ഒരു വിലയുമില്ലാതെ ആയിരിക്കുന്നു. നിരവധി തവണകളായി കൊല്ലുമെന്നും ആക്രമിക്കപ്പെടുമെന്നും നശിപ്പിക്കുമെന്നും ഒക്കെ പറഞ്ഞ ഈ പ്രസിഡന്റിന്റെ ഭീഷണികളെ കാറ്റിൽ പറത്തിക്കൊണ്ട് ലോകത്തിന് ഇറാൻ കാണിച്ചു കൊടുക്കുകയും അത്തരത്തിൽ ലോകത്തെ ഒരു നേതാക്കൾക്കും ഇൻക്ലൂഡിങ് നാറ്റോ രാജ്യങ്ങൾക്ക് പോലും അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭീഷണികളെ ഒരു വിലയുമില്ലാതെ ആയിരിക്കുന്നു എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതിനിടക്കാണ് ഇറാന് ആയുധം കൊടുക്കാൻ സാധ്യതയുള്ള റഷ്യയും ചൈനയും ഒരു രീതിയിലും ഈ ഭീഷണികളെ വകവെക്കുകയില്ല എന്ന് നമുക്ക്
കൃത്യമായി അറിയാവുന്ന വിഷയമാണ്. ഈ സീസ്ഫെയർ നിലവിൽ വന്നതിന് ശേഷവും ഞാനിത് സംസാരിക്കുന്നതിൻ്റെ അല്പസമയം മുമ്പ് വരെ കുവൈത്തിലേക്കും UAE-യിലേക്കും ഇറാൻ കൃത്യമായും ആക്രമണം നടത്തിയെന്ന വാർത്ത വരികയാണ്. അതുപോലെ ഈ സീസ്ഫെയറിൽ ലെബനാൻ ഉൾപ്പെടുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രയേൽ നിരവധി ആക്രമണങ്ങളാണ് ഹിസ്ബുള്ളക്ക് നേരെ ലെബനാനിൽ നടത്തുന്നത്. ഹിസ്ബുള്ള തിരിച്ചും ഇസ്രയേലിലേക്ക് നടത്തിക്കൊണ്ട് അവിടെ ഒരു യുദ്ധമുഖം നിലനിൽക്കുന്നു എന്നുള്ളതും എടുത്തു കാണേണ്ട വിഷയമാണ്. ഹിസ്ബുള്ളയെ ആക്രമിക്കുന്നത് ഇറാൻ പൂർണ്ണമായും അംഗീകരിക്കുമോ? ഒരുപക്ഷെ അത്തരത്തിൽ ആക്രമണം തുടരുകയാണെങ്കിൽ തെല്ലവീവിലേക്ക് ഞങ്ങൾ ആക്രമണം അയച്ചുവിടും എന്ന റിപ്പോർട്ടും ചില മാധ്യമങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ഇതൊക്കെ നോക്കിക്കാണേണ്ടി തന്നെ വരും. തൽക്കാലം വിട, നമുക്ക് വീണ്ടും കാണാം.